ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയുമായ പാവ് മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഫ്രഷ് ആയിട്ട് മസാല പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി 2 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് വറ്റൽമുളക്, ഞാനൊരു 5 തൊട്ട് 10 വരെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം. നല്ല മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ചേർക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. മസാല റെഡിയാക്കാൻ ഞാനൊരു കടായിലേക്ക് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് ഞാൻ 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴന്നു വരുമ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചിടാം. ഇവിടെ ഞാൻ 1 കപ്പ് കാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു കളറിന് വേണ്ടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും പിന്നെ നേരത്തെ തയ്യാറാക്കിയ മസാലയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മസാലയുടെ പച്ചക്കുത്ത് മാറുമ്പോൾ ഞാനിവിടെ 1 കപ്പ് തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ഇടത്തരം തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. അതിന് ഞാൻ വേണ്ടി ഒരു മാഷർ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പനീർ ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യൂബായിട്ട് വേണമെങ്കിലും എടുക്കാം. പനീറും ഈ മസാലയും നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തു. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി ഒന്ന് കൈകളിൽ ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കസ്തൂരി മേത്തിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ലെമൺ ആണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. ഒരു പുളിക്ക് വേണ്ടി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം മല്ലിയില ഇട്ടാൽ നമ്മുടെ പാവിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പാവ് ഒന്ന് ബട്ടറിൽ ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് റെഡ് ചില്ലി പൗഡറും കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ ഇങ്ങനത്തെ പാവാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡിലും ഉണ്ടാക്കാം. പാവ് ഒന്ന് നെടുക്കെ കീറിക്കൊടുക്കുക. ഇത് 2 വശവും നന്നായിട്ട് ഈ ബട്ടർ മസാലയിൽ ചെക്കിടുന്ന ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാവ് ബട്ടറിൽ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നേരത്തെ തയ്യാറാക്കി മാറ്റിവെച്ച മസാല ഈ പാവിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് കുറച്ച് സവോള അരിഞ്ഞതും മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാവ് മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ മസാലയാണ്. ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത പാവും ശരിയാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ലൊരു പുത്തൻ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.